ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തേളിനെ പറ്റിയാണ്. തേൾ എന്ന വർഗ്ഗം അരാക്നിഡ ഭാഗത്തിൽപ്പെടുന്ന ആർത്രോപോഡുകൾ ആണ്. ഇവയുടെ ശരീരം തലയും കയറുമായ രണ്ട് ഭാഗങ്ങളാണ്. അവയുടെ മുന്നിൽ കൊളുത്ത് പോലെ പെഡിപ്പൽസ് ഉണ്ട്. പിന്നിലായി വിഷക്കൊമ്പ് ഉള്ള വാലുമുണ്ട്. തേൾ മനുഷ്യനെ കടിക്കുമ്പോൾ വേദന ഉണ്ടായിരിക്കും. എന്നാൽ ഭൂരിഭാഗം ഇനങ്ങളുടെയും വിഷം അപകടകരമല്ല. ചില ട്രോപ്പിക്കൽ ഇനങ്ങളുടെ വിഷം ജീവന് അപകടകാരിയാണ്. ഇവയുടെ ആവാസ സ്ഥലങ്ങൾ മരുഭൂമി, ചൂടുള്ള വരണ്ട പ്രദേശങ്ങൾ, ചിലപ്പോൾ വീടുകൾക്കകത്തും ഇവയെ കണ്ടുവരാറുണ്ട്. തേളുകളുടെ ഭക്ഷണം കീടങ്ങൾ, ചില ചെറിയ അരക്കാടുകൾ മുതലായവയാണ്. ഇവ പ്രജനന സമയത്ത് ഇവ പ്രത്യേകമായി പെൺതേളുകളെ ആകർഷിക്കാൻ മേറ്റിംഗ് ഡാൻസ് നടത്താറുണ്ട്. അതിനുശേഷം പെൺതേൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു. തേൾ കുഞ്ഞുങ്ങൾ ആദ്യം അമ്മയുടെ പിൻഭാഗത്ത് കയറി ജീവിക്കുന്നു. തേൾ ചൂടും വരണ്ട പ്രദേശങ്ങളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. മരുഭൂമിയിൽ, കല്ലിൻ കീഴിൽ, മരച്ചുരുണ്ടുകളിൽ, വീടുകളുടെ ഇരുണ്ട ഇടങ്ങളിൽ പോലുള്ള ഇവ ജീവിക്കുന്നു. രാത്രിയാണ് തേളുകൾ ഏറ്റവും സജീവരാകുന്നത്. തേൾ മാംസഭോജിയാണ്. ഇവ ഇര പിടിക്കുന്നത് കൊളുത്ത് പോലെ ഉള്ള ചെമ്പുകൾ കൊണ്ട് ഇരപിടിച്ച് വാലിലെ വിഷക്കൊമ്പ് കൊണ്ട് വിഷം കുത്തിവെച്ച് കൊന്ന ശേഷം ഇരയെ ഭക്ഷിക്കാറാണ് പതിവ്. വളരെ ജാഗ്രതയുള്ള ജീവിയാണ് തേൾ. അവയ്ക്ക് ഭീഷണി അനുഭവപ്പെടുമ്പോൾ വാൽ ഉയർത്തി പ്രതിരോധിക്കുന്നു. ഇവയ്ക്ക് വെള്ളം കുറച്ച് മാത്രം മതിയാവും. ഭക്ഷണത്തിൽ നിന്നാണ് കൂടുതലും വെള്ളം ലഭിക്കുന്നത്. തേൾ മനുഷ്യനെ കടിച്ചാൽ ഉണ്ടാകുന്ന പ്രഭാവം, തേളിൻ്റെ ഇനം, വിഷത്തിൻ്റെ ശക്തി, കടിയേറ്റ ആളിൻ്റെ ആരോഗ്യനില എന്നിവയെ ആശ്രയിച്ചിരിക്കും. തേൾക്കടിയേറ്റാൽ കടിയേറ്റ സ്ഥലത്ത് തീവ്രമായ വേദന, ചുവപ്പ്, വീക്കം, ചൊറിച്ചിൽ, ചിലപ്പോൾ കുത്തുപോലുള്ള വേദന ഉണ്ടായിരിക്കും. ചിലർക്ക് ജ്വരം, തലചുറ്റൽ, ഛർദി, ഗുരുതരമായാൽ ശ്വാസമുട്ടൽ, ഹൃദയമിടിപ്പ് ഇവയൊക്കെ അസാധാരണമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ. പ്രാഥമിക ശുശ്രൂഷ എന്നത് ശാന്തമായി ഇരിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ പൂർവികരുടെ ചില പൊടിക്കൈകൾ ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ടൊക്കെ ശമനം കിട്ടാറുമുണ്ട്. തേളുകളുടെ സാധാരണ ചെറിയ ഇനങ്ങൾ 3 മുതൽ 5 വർഷം വരെയും, മധ്യവലുപ്പമുള്ള ഇനങ്ങൾ 5 മുതൽ 8 വർഷം വരെയും, വലിയ ഇനങ്ങൾ 10 മുതൽ 15 വർഷം വരെയും ജീവിക്കാറുണ്ട്. പ്രകൃതിദത്ത സാഹചര്യങ്ങളിൽ ആയുസ് കുറയാം. എന്നാൽ കൃത്രിമ പരിപാലനത്തിൽ ചിലപ്പോൾ കൂടുതലായും ഇവ ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.